ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തുരത്തി ഓടിച്ച് സൈന്യം നടത്തിയ ഓപ്പറേഷൻ മഹാദേവിന്റെ വിജയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള അവരുടെ പരിശ്രമങ്ങളും ഈ ഓപ്പറേഷനിലൂടെ തെളിയിക്കപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഓപ്പറേഷൻ മഹാദേവിന്റെ വിശദാംശങ്ങളും വ്യക്തമാക്കുകയും ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന കർശന നിലപാട് അടിവരയിടുകയും ചെയ്തു. ചൊവ്വാഴ്ച ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു. രാജ്യസുരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ഷായുടെ പ്രസംഗം കൃത്യമായി വെളിവാക്കിയെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് എന്നീ നിർണായക ദൗത്യങ്ങളെക്കുറിച്ചും ഭീരുക്കളായ ഭീകരരെ ഇല്ലാതാക്കുന്നതിൽ അവ വഹിച്ച പങ്കിനെക്കുറിച്ചും അമിത് ഷാ വിശദമായി സംസാരിച്ചു. പ്രധാനമന്ത്രി കുറിച്ചു ഭീകരവാദികളുടെ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിലും ദേശീയ സുരക്ഷയുമായുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതിലും ഈ ഓപ്പറേഷനുകൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രശംസ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാടിനും സൈന്യത്തിന്റെ ധീരമായ പ്രവർത്തനങ്ങൾക്കും ലഭിച്ച അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയെ ഞെട്ടിച്ച സംഭവമായിരുന്നു. നിരപരാധികളായ വിനോദസഞ്ചാരികളെയും പ്രദേശവാസികളെയും ലക്ഷ്യം വെച്ച് നടത്തിയ ഈ ആക്രമണം കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഭീകരരുടെ ശ്രമമായി കണ്ടു. എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് രക്ഷപ്പെടാൻ യാതൊരു പഴുതും നൽകാതെ സൈന്യം നടത്തിയ മിന്നൽ നീക്കമാണ് ഓപ്പറേഷൻ മഹാദേവ്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ ഓപ്പറേഷനിലെ പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രനായ ലഷ്കർ കമാൻഡർ സുൽമാൻ ഷാ, അഫ്ഗാൻ ജിബ്രാൻ എന്നീ ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ആക്രമണം നടത്തുന്നതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിലും തന്നെ സൈന്യം അതീവ ജാഗ്രത പുലർത്തി. ഭീകരർക്ക് രാജ്യത്ത് നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ വ്യക്തമായ നിർദ്ദേശങ്ങളോടെ സുരക്ഷാ സേന സൂക്ഷ്മമായ ആസൂത്രണം ആരംഭിച്ചു. ഇന്ത്യൻ സൈന്യവും സെൻട്രൽ റിസർവ് പോലീസ് ഓഫീസും ജമ്മു കാശ്മീർ പോലീസ് എന്നിവർ ചേർന്നുള്ള ഒരു സംയുക്ത നീക്കമായിരുന്നു ഇത്. ഈ ഏകോപിത ദൗത്യം വിവിധ സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള മികച്ച സഹകരണത്തിന്റെ ഉദാഹരണമായി മാറി. ഓരോ ഘട്ടവും സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുകയും ഭീകരർ ഒളിച്ചിരിക്കുന്ന ഓരോ പ്രദേശവും നിരീക്ഷണത്തിലാകുകയും ചെയ്തു. ഓപ്പറേഷൻ മഹാദേവിന്റെ വിജയത്തിൽ ഇന്റലിജൻസ് വിവരങ്ങളും സാങ്കേതിക വിദ്യയും നിർണായക പങ്കുവഹിച്ചു. ഭീകരിൽ നിന്നു കണ്ടെത്തിയ ഒരു M9 കാർബൺ, 2 AK-47 എന്നീ ആയുധങ്ങൾ പഹൽഗാമിലെ കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച് തന്നെയാണെന്ന് ഛത്തീസ്ഗഡിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി നടത്തിയ ബാലസ്റ്റിക് പരിശോധനകൾ സ്ഥിരീകരിച്ചു. ഇത് ഭീകരർ നടത്തിയ ക്രൂരകൃത്യങ്ങളുടെ നേരിട്ടുള്ള തെളിവുമായി. മെയ് 22-ന് ദച്ചാഗാം മേഖലയിൽ ഭീകരരുടെ താവളം കൃത്യമായി കണ്ടെത്തിയ ഇന്റലിജൻസ് ബ്യൂറോ ശേഖരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങളാണ് ഓപ്പറേഷൻ മഹാദേവിന്റെ വിജയത്തിന് വഴിയൊരുക്കിയത്. ABM സൈനികരും ആൾട്ടോ സിസ്റ്റത്തിന്റെ സിഗ്നലുകളും പിടിച്ചെടുക്കുവാൻ തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ജൂലൈ 22-ന് സെന്ററുകൾ അവരുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തി. അമിത് ഷാ പറഞ്ഞു, ഈ സാങ്കേതിക നിരീക്ഷണമാണ് ഭീകരരെ കണ്ടെത്താനുള്ള പ്രധാന സൂചന നൽകിയത്. ഈ സാങ്കേതിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർമിയുടെ പ്രത്യേക ദൗത്യസേന, പൗര വിഭാഗ, ജമ്മു കാശ്മീർ പോലീസ്, CRF എന്നിവർ കൈകോർത്ത് ഓപ്പറേഷൻ ആരംഭിച്ചു. ഈ ഏകാധിപത്യ ശ്രമം രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെയും കാര്യക്ഷമത എടുത്തു കാണിക്കുന്നു. ഓപ്പറേഷന്റെ കൃത്യതയെക്കുറിച്ച് എടുത്തു പറഞ്ഞ ആഭ്യന്തരമന്ത്രി കൊലപ്പെട്ട ഭീകരരെ തിരിച്ചറിയാൻ സ്വീകരിച്ച നടപടികളും വിശദീകരിച്ചു. ആ ഭീകരരുടെ മുഖം കണ്ടിട്ടുള്ള ആളുകളെ തന്നെയാണ് അവരെ തിരിച്ചറിയാനായി നമ്മൾ നിയോഗിച്ചത്. അവർ മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ഏപ്രിൽ 22-ന് സെബീരിയൻ താഴ്വരയിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ വെടിവെച്ചതും ഈ ഭീകരർ തന്നെയാണ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഷാ ലോക്സഭയിൽ പറഞ്ഞ ഈ രീതി കൊല്ലപ്പെട്ടവർ യഥാർത്ഥ കുറ്റവാളികളാണെന്ന് ഉറപ്പാക്കുന്നതിന് നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യത നിലനിർത്തുന്നതും സഹായിച്ചു. പൂർത്തീകരണം മാത്രമല്ല ഇത്, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ സംവിധാനങ്ങളുടെ കരുത്തും കാര്യക്ഷമതയും വിളിച്ചോതുന്നു. ഭീകരവാദത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന സർക്കാരിന്റെ നയങ്ങളെ ഇത് ബലപ്പെടുത്തുന്നു. ഇന്റലിജൻസ് ശേഖരണം, സാങ്കേതിക നിരീക്ഷണം, സൈനിക നീക്കങ്ങൾ എന്നിവയുടെ എല്ലാം കൃത്യമായ ഏകോപനമാണ് ഈ വിജയത്തിന് പിന്നിൽ. രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഭീകര പ്രവർത്തകർക്കെതിരായ ജാഗ്രത പുലർത്തണമെന്ന ശക്തമായ സന്ദേശമാണ് ഈ ഓപ്പറേഷൻ നൽകുന്നത്. ഈ വിജയം കാശ്മീർ താഴ്വരയിലെ സമാധാനവും സുരക്ഷവുമായി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരും. സാധാരണ ജനങ്ങൾക്ക് സുരക്ഷാ സേനയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കും. ഓപ്പറേഷൻ മഹാദേവ് ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുന്നവർക്കും ഒരു മുന്നറിയിപ്പാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശം. വരും കാലങ്ങളിൽ ഇത്തരം ദൗത്യങ്ങൾ തുടരുമെന്ന് രാജ്യസുരക്ഷയെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ സംരക്ഷിക്കുമെന്നും ഈ ഓപ്പറേഷൻ ഉറപ്പു നൽകും.